ഓക്കെ, നമുക്ക് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ PSC ഇതിന് മുന്നേ അഗ്രികൾച്ചർ ഓഫീസർ എഴുതിയിട്ടുള്ളവരുണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ട് PSC അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ എക്സാം ആയിരിക്കും ഇത്. അപ്പോൾ പൊതുവേ നമുക്ക് അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ നിന്നുള്ള സബ്ജക്റ്റുകൾ ഏതാണ്ട് 10 ക്വസ്റ്റ്യൻസോളം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ എക്കണോമിക്സിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിരുന്നതിനേക്കാളും ചോദിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത ഇപ്പൊ ഈ ദിവസങ്ങൾ ഈ പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. പൊതുവെ പ്യുവർ സബ്ജക്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പഠിക്കുന്നവര് പാടെ അങ്ങ് ഒഴിവാക്കി വിടുന്ന ചോദ്യങ്ങളാണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സും അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനും. അപ്പോൾ എന്നാൽ ഒരു ഇത്തിരി ശ്രദ്ധ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ ചോദ്യങ്ങളും കൂടി ശരിയാക്കി നമുക്ക് നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളും കൂടിയാണ് ഇപ്പൊ എക്കണോമിക്സിൽ നിന്ന് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എനിക്കറിയാം ഇപ്പൊ ഒരുപാട് പേര് അത്യാവശ്യം നല്ല ഗ്യാപ്പ് എടുത്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുണ്ടാവുമായിരിക്കും. എക്കണോമിക്സിനെ കുറിച്ച് മൊത്തത്തിൽ മറന്നുപോയവർ, അല്ലെങ്കിൽ കോഴ്സ് വർക്കിന്റെ സമയത്ത് ക്ലാരിറ്റി ഇല്ലാത്തവര്, ഇഷ്ടമില്ലാതെ എക്കണോമിക്സ് പഠിച്ചവരും ഒക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലാത്ത ഒരാളെ എങ്ങനെ എക്കണോമിക്സ് പഠിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു വിധത്തിലും മനസ്സിലാവാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സിലബസിൽ നിന്നുകൊണ്ടായിരിക്കും. ആൻഡ് സിലബസിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം വളരെ ബേസിക് ആയി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി തന്നെ നമ്മൾ പോകും. എന്തെങ്കിലും എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാൻ സമയമായോ? തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒരുപാട് ഈ കാണാതെ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാണാതെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിത് വളരെ നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ ചെറിയ നമുക്ക് ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്താണെന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എക്കണോമിക്സ്. ചിലപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, ഈ എക്കണോമിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്. ഇത് ബേസിക്കലി 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഒന്ന് ഒയ്ക്കോസ്, 2 നോമോസ്. ഈ 2 ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് എക്കണോമിക്സ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഒയ്ക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൗസ് ഹോൾഡ് എന്നും നോമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മാനേജ്മെന്റ് എന്നുമാണ്. എന്താണ് ഒയ്ക്കോനോമിക്കാസ് എന്നാണ് ഈ പറയുന്ന റൂട്ട് വേർഡ്. എക്കണോമിക്സിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഒയ്ക്കോനോമിക്കാസ്. ഈ ഒയ്ക്കോനോമിക്കാസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഈ പറയുന്ന ഒയ്ക്കോനോമിക്കാസിന്റെ അർത്ഥം? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതാണ് എക്കണോമിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ഇതിനെ കുറച്ച് ബ്രോഡർ ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വലിയ കുടുംബം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ കുടുംബം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു വലിയ കുടുംബമാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചം, അല്ലെ? പ്രകൃതി എന്ന് പറയുന്നത്. അതിന്റെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ അഭയകേന്ദ്രമാണ്. നമുക്ക് എല്ലാ റിസോഴ്സസും തരുന്നത് പ്രകൃതിയാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് റിസോഴ്സസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഈ പറയുന്ന വലിയ കുടുംബത്തിലെ റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു? എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ജോലിയിൽ നിന്ന് വരുന്ന വരുമാനം ഞങ്ങൾ 5 പേരുടെ ഇടയിൽ, 3 മക്കളും അച്ഛനും അമ്മയും കൂടെ അടങ്ങുന്ന 5 മെമ്പേഴ്സിന്റെ ഇടയിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ പ്രകൃതി മൊത്തത്തിൽ നമുക്ക് തരുന്ന റിസോഴ്സസിനെ പ്രകൃതിയിലുള്ള കോമ്പണൻസുകൾ തമ്മിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ബേസിക്കലി ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നുള്ള ടേമിലൂടെ എക്കണോമിക്സ് വളരെ സിംപ്ലിഫൈഡ് ആയി പേരിൽ നിന്ന് തന്നെ വ്യക്തമാക്കി തരുന്നത്. ഇനി ഇതിന്റെ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് ആണ്. സബ്ജക്ട് മാറ്റർ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സിലുള്ളത്. ഒന്ന് വാണ്ട്സ്, 2 എഫേർട്ട്, മൂന്നാമത്തത് സാറ്റിസ്ഫാക്ഷൻ. വാണ്ട്സ്, എഫേർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സൈക്കിളിലൂടെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യമാണ്, അല്ലെ? വാണ്ട് നമുക്ക് വളരെ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വാണ്ടാണ് എന്ത്? ഹങ്കർ എന്ന് പറയുന്നത്, അല്ലെ? വിശപ്പ്. വിശപ്പ് എന്ന് പറയുന്ന സാധനം ബേസിക്കലി നമ്മുടെ ഒരു ബേസിക് നീഡാണ്. ആൻഡ് ഈ വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ആവശ്യങ്ങളും വരില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് വിശപ്പാണ്, അല്ലെ? അപ്പോൾ ഹങ്കർ എന്ന് പറയുന്ന ഒരു ആവശ്യം, ഈ ഹങ്കർ എന്ന് പറയുന്ന ആവശ്യത്തെ നമ്മൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടണം, അല്ലെ? എന്തൊക്കെ എഫേർട്ട് നമുക്ക് ഇടാം? ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം, അല്ലെ? കൾട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂം ചെയ്ത് നമ്മുടെ ഹങ്കർ എന്ന് പറയുന്ന വാണ്ടിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് എനിക്ക് കൃഷിയില്ല, എനിക്ക് ഭൂമിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അല്ലെ, അപ്പൊ ഞാനൊരു ജോബിന് പോകുന്നു, ഞാൻ എന്റെ സമയവും എന്റെ അധ്വാനവും ഞാൻ ആ ജോലിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതും ഒരു എഫേർട്ടായി മാറുന്നു. അപ്പൊ പല രീതിയിൽ നമുക്ക് ഈ പറയുന്ന വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ വാണ്ട് ഒക്യൂർ ചെയ്യുന്നു, വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുന്നു. അപ്പൊ ജോബിന് പോകുന്നു, ജോബിൽ നിന്ന് നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കുന്നു, നമുക്ക് മണി അതിലൂടെ കിട്ടുന്നു. ആൻഡ് ഈ സംഗതി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് പ്രൊഡക്ട്സ് മേടിക്കുകയോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയോ ചെയ്യുന്നു അല്ലേ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടു, എഫേർട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കഴിക്കുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അപ്പോൾ വാണ്ട്സ് വന്നു, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ടു, അതിനുശേഷം നമ്മളത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അതോടുകൂടി കഴിഞ്ഞോ? ഒരുപക്ഷെ നമ്മുടെ വിശപ്പ് അതോടുകൂടി അടങ്ങിയിരുന്നെങ്കിൽ പിന്നെ എക്കണോമിക്സിന് അവിടെ റെലവൻസ് ഇല്ല. പക്ഷെ അതോടുകൂടി നമ്മുടെ വിശപ്പ് കഴിയുന്നുണ്ടോ? ഇല്ല. മോർണിംഗ് രാവിലത്തെ മീൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും വിശക്കും അല്ലെ. അപ്പൊ വീണ്ടും വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാണ്ടായിട്ട് വീണ്ടും മാറാണ് ഉച്ചയ്ക്ക് അല്ലെ. അപ്പൊ വീണ്ടും റീഅക്യൂർ ചെയ്ത് ഈ പറയുന്ന സൈക്കിൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ അത്യാവശ്യം ഫൈനാൻഷ്യലി നല്ലപോലെ സെറ്റിൽഡ് ആണെന്ന് വിചാരിക്കുക, നമ്മുടെ വിശപ്പൊക്കെ മാറാൻ ഭാഗത്തിനുള്ള കൃഷി നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസ്തി നമ്മുടെ വീട്ടിലുണ്ടെന്ന് തന്നെ കരുതുക. അതോടുകൂടി ആ ആവശ്യം മാറിയോ? ഇല്ല. ഹങ്കർ എന്ന് പറയുന്ന ആവശ്യം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആവശ്യം വരും. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായി ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം വരില്ലേ? ഇനി അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ നമുക്ക് പുതിയൊരു വീടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു പുതിയ വീട് പണിയണം തോന്നില്ലേ? ഇനി വീട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കൊരു കാറ് വാങ്ങണം തോന്നില്ലേ? അങ്ങനെ ഓരോ വാണ്ട് ഒക്യൂർ ചെയ്യുന്നു, ആ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നു, സാറ്റിസ്ഫൈഡ് ആവുന്നു. എയ്തർ അതേ വാണ്ട് വീണ്ടും റീഒക്യൂർ ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരാവശ്യം അതിന് പിന്നാലെ വരും. അങ്ങനെ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് വാണ്ട്സിനെ അല്ലെ, നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം അല്ലെ. ഈ ക്ലാസ് കൂടുന്നതിന്റെ ആവശ്യം ഒരു ജോലി കിട്ടുക എന്നുള്ളതാ. പക്ഷെ ആ ജോലി കിട്ടിയത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ തീരുമാനമാവുമോ? ഇല്ല. അതിനുശേഷം ചിലപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതായിരിക്കും. നമുക്കിപ്പോ കിട്ടുന്ന പേ സ്കെയിലിനേക്കാളും മേലെ പേ സ്കെയിൽ കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും വലിയ ജോലി മേടിക്കാൻ അല്ലെ. അങ്ങനെ ഇൻഫിനിറ്റ് നീഡ്സിനെ എഫേർട്ട് ഇട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വാണ്ട്സ്, എഫേർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഈ 3 കോമ്പണൻസ് ആണ് സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സിൽ വരുന്നത്. രണ്ടാമത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ്. ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ്. എന്താണ് ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ്? ഈ ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ് അറിയാൻ വേണ്ടി നമുക്ക് 2 അപ്രോച്ചുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തതാണ് ഈ പറഞ്ഞ ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തതാണ് മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. അപ്പൊ എന്താണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയാം. ഇതിൽ 4 കാര്യങ്ങളാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഡിവിഷൻസ് എക്കണോമിക്സിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 ഡിവിഷൻസ് ആണുള്ളത് എക്കണോമിക്സിന്. എന്തൊക്കെയാണത്? 1 പ്രൊഡക്ഷൻ, 2 കൺസംഷൻ, 3 എക്സ്ചേഞ്ച്, 4 ഡിസ്ട്രിബ്യൂഷൻ. 4 ഡിവിഷൻസ് ആണുള്ളത്. എന്താണ് പ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി. നമുക്കിത് ഈ പറയുന്ന 4 ഡിവിഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഉദാഹരണ സഹിതം വ്യക്തമാക്കി പോകുന്നു. അപ്പോൾ പരീക്ഷ ഹാളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻ കേസ് ഈ പറയുന്ന വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ ഈ ഉദാഹരണം ഓർത്ത് കഴിഞ്ഞാൽ പുറകെ ഈ പറയുന്ന വാക്കുകൾ വന്നോളും. നമ്മളൊരു റൈസ് ഫാർമറിന്റെ കേസാണ് എടുക്കുന്നത്, ഒരു നെൽകർഷകന്റെ കാര്യം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, റൈസ് ഫാർമറിന്റെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അങ്ങേർക്ക് കുറച്ച് ലാൻഡ് ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് എന്തുണ്ട്? ലേബർ ഉണ്ട് അല്ലെ. അതായത് അദ്ദേഹത്തിന് ഒന്നുകിൽ അദ്ദേഹം തന്നെ അധ്വാനിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ തൊഴിലാളികൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഹയർ ചെയ്ത് തൊഴിലാളികളെ വരുത്തും അല്ലെ. പിന്നെ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. കുറച്ച് എന്തായാലും ഒരു ബിസിനസ്സിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ലേ ക്യാപിറ്റൽ. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയും അല്ലെ. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെ വരും? റോ മെറ്റീരിയൽസ് വരും അല്ലെ. നെല്ല് വരുമായിരിക്കും, പിന്നെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ വാട്ടർ വരുമായിരിക്കും, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് വരുമായിരിക്കും, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസ്, നിലവിടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസ് വരുമായിരിക്കും, നിലവിടാൻ വേണ്ടി ലൈഫ് സ്റ്റോക്കിനെ ഉപയോഗിക്കുന്നെങ്കിൽ അത് വരും. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് ക്യാപിറ്റലിലാണ്. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, റൈസ് ഫാർമറിന് സ്ഥലമുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് അധ്വാനിക്കാനുള്ള തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ തൊഴിലുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ട്. ആൻഡ് അതുപോലെ ഈ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഇട്ടാൽ മാത്രമല്ല ഈ പറയുന്ന റൈസ് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതിനെയാണ് നമ്മൾ
ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന റൈസ് ഫാർമർ വിചാരിക്കാതെ ഈ ലാൻഡ് ലേബറും ക്യാപിറ്റലും ഒരിക്കലും നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെറ്റപ്പിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ റൈസ് ഫാർമറുടെ അടുത്ത് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഈ 4 കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന സംഗതിയാണ് എന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? 1 ലാൻഡ്, 2 ലേബർ, 3 ക്യാപിറ്റൽ, 4ാമത്തത് ഓർഗനൈസേഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയാ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കുറച്ച് നെൽപ്പാടം പാടശേഖരമായി കിടക്കുന്നു. പിന്നെ അതുപോലെ എന്താ പറയാ, നമുക്ക് തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാർമർ അധ്വാനിക്കും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പാടശേഖരം, ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ഫാർമറിന് ഈ പറയുന്ന ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പൊ ഈ പറയുന്ന ലാൻഡ്, ലേബറും ക്യാപിറ്റൽ, ഓർഗനൈസേഷനും ഒരു ഫിക്സഡ് പ്രപ്പോർഷനിൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ, ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ റൈസ് ഫാർമറിന് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി, അല്ലെ? അപ്പോ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുന്ന വാക്ക് മൈക്രോ എക്കണോമിക്സിൽ, എസ്പെഷ്യലി എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കമ്മോഡിറ്റിക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ റൈസിന്, ഒരു കമ്മോഡിറ്റിക്ക് മനുഷ്യന്റെ ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിന്റെ കപ്പാസിറ്റിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഹങ്കർ എന്ന് പറയുന്ന മനുഷ്യന്റെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന, വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന റൈസിന്റെ കഴിവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റിക്ക് മറ്റൊന്ന് പറയാം, വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ എന്ന് പറയാം. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ആണ് എന്ത്? റൈസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ് സംഭവിക്കുന്നത്, അല്ലെ? ലാൻഡ് ആയിരുന്നപ്പോഴോ, ലേബർ ആയിരുന്നപ്പോഴോ, ക്യാപിറ്റൽ ആയിരുന്നപ്പോഴോ ഇല്ലാതിരുന്ന ഈ സംഗതിയൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന്റെ വിശപ്പ് മാറോ? ഇല്ല. ഇവയെല്ലാം കൂടി ഒരുമിച്ച് അധ്വാനിച്ച് നമുക്ക് റൈസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായി കഴിയുന്ന സമയത്ത് ആ റൈസ് എന്ന് പറയുന്ന കമ്മോഡിറ്റിക്ക് നമ്മുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അവിടെ ഒരു യൂട്ടിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ലാൻഡ്, ലേബറും ക്യാപിറ്റൽ, ഓർഗനൈസേഷനും കൂടി ചേർന്നിട്ട് റൈസ് ആവുമ്പോൾ റൈസിന് നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ ഒരു ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി നടക്കുന്നുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഡിവിഷൻ എന്താണ്? രണ്ടാമത്തെ ഡിവിഷൻ കൺസംഷൻ ആണ്. ഇനി കൺസംഷൻ എന്താ? പ്രൊഡക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ് മീൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി. കണ്ടോ? ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. അപ്പോ നമ്മുടെ റൈസ് ഫാർമർ കഷ്ടപ്പെട്ട് റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റൈസ് നമ്മൾ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെല്ലുകുത്തി അരി നമ്മൾ കുക്ക് ചെയ്ത് ചോറുണ്ടാക്കി കഴിക്കുന്നു. നമ്മൾ മേടിച്ച അരി ചോറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് അതോടുകൂടി തീർന്നല്ലോ. നമുക്ക് പിന്നെ ആ പ്രൊഡക്റ്റിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പൊ പ്രൊഡക്ഷനിലൂടെ ഉണ്ടാക്കിയ യൂട്ടിലിറ്റി കൺസംഷനിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. അതായത് ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് വെൽത്ത് ഇൻ സാറ്റിസ്ഫൈങ് ഇൻന്യൂമറബിൾ വാണ്ട്സ്. അതിപ്പോ വിശപ്പ് മാത്രമാവണമെന്നില്ല, ഹങ്കർ എന്ന് പറയുന്നത് മാത്രമല്ല. ഇപ്പോ നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫോണ്, ലാപ്ടോപ്പ്, ഇതൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? കാരണം എന്താ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വെൽത്തിനെ ഉപയോഗിച്ച്, നിങ്ങളുടെ വെൽത്താണ് ഈ പറയുന്ന ഫോണ്, ലാപ്ടോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പേന, ബുക്ക്, ഇതൊക്കെ നിങ്ങളുടെ വെൽത്താണ്. അപ്പൊ ഈ പറയുന്ന സാധനങ്ങള് നിങ്ങളുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ അതുണ്ടാക്കപ്പെട്ട യൂട്ടിലിറ്റി ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൺസംഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്, അല്ലെ? അപ്പോ രണ്ട് ഡിവിഷൻസ് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തതാണ് എക്സ്ചേഞ്ച്. ഓക്കെ. നമ്മുടെ റൈസ് ഫാർമർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൺസംഷന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ് ജോലിക്കാരനാണ്, അതുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ഈ റൈസ് മേടിക്കണം. അപ്പൊ ഈ പ്രൊഡ്യൂസറിന്റെ അടുത്തിരിക്കുന്ന റൈസിന് കൺസ്യൂമറിന്റെ അടുത്ത് എത്തണമെങ്കിൽ, കൺസംഷൻ പർപ്പസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട റൈസ് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം വരികയാണ്, അതാണ് എക്സ്ചേഞ്ച്. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അല്ലെ? റൈസ് ഫാർമർ റൈസ് ഉണ്ടാക്കി നെല്ലൂത്തി അരിയാക്കി പുള്ളിയുടെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമറിന് അത് കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്ചേഞ്ച്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിങ്ങിലൂടെ, അല്ലെ? കൺസ്യൂമർ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് സെല് ചെയ്യുന്നു. അപ്പൊ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിലൂടെ, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയും, അല്ലെ? മാർക്കറ്റിംഗിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നത്. നാലാമത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന മൂന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, ഏതൊക്കെയായിരുന്നു? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്.
അപ്പോ നമ്മുടെ റൈസ് ഫാർമറിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളായിരുന്നു കൺസ്യൂമർ, നമ്മളൊരു 10 കിലോ ചാക്ക് വാങ്ങി ഒരു 500 രൂപ കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ 500 രൂപ എന്താണ് ഫാർമറിന് കിട്ടി, പ്രൊഡ്യൂസറിന് കിട്ടി അല്ലെ, നെൽകർഷകന് ഈ 500 രൂപ കിട്ടി. ഈ 500 രൂപ പുള്ളി എന്താ ചെയ്യുക? പുള്ളിക്കാരൻ ഉപയോഗിച്ച ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും, ഇതാണല്ലോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്ത സാധനങ്ങൾ. ഇതിന് അതിൻ്റെതായിട്ടുള്ള റിവാർഡ് കൊടുക്കണ്ടേ, റെമ്യൂണറേഷൻ കൊടുക്കണ്ടേ? അപ്പൊ ഈ 500 രൂപയിൽ ഓരോ പാർട്ട് ലാൻഡിലേക്കും ലേബറിലേക്കും ക്യാപിറ്റലിലേക്കും ഓർഗനൈസേഷനിലേക്കും പോകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. നോക്കിയ ഡെഫിനേഷൻ എന്താണ്? ഷെയറിംഗ് ഓഫ് വെൽത്ത് produced by the community among the agents of production. Agents of production എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏജൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയൂ കേട്ടോ, ലാൻഡിന് ലേബറിനും ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന 500 രൂപയിൽ ലാൻഡിലേക്ക് എങ്ങനെയാ ഇത് പോവുക? ലാൻഡിന് നമ്മൾ എന്ത് ചെയ്യണം? റെന്റ് പേ ചെയ്യണ്ടേ? വേണം. ലേബറിന് വേജ് പേ ചെയ്യണ്ടേ? ഇല്ലേ? അതിപ്പോ അദ്ദേഹമാണ് വർക്ക് ചെയ്തെങ്കിൽ പുള്ളിക്കാരന് വേജ് പേ ചെയ്യണം. വേറെ ആളെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണം അല്ലെ? ലാൻഡ് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന ലാൻഡിന് വാടകയുണ്ട് അല്ലെ, അപ്പൊ റെന്റ് കൊടുക്കണം. പിന്നെ ക്യാപിറ്റലിന് എന്ത് പോകണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ആൻഡ് ഓർഗനൈസേഷൻ, അതായത് ഫാർമറിന്റെ ഓർഗനൈസേഷൻ കപ്പാസിറ്റിക്ക് എന്ത് കൊടുക്കണം? പ്രോഫിറ്റ് കൊടുക്കണം അല്ലെ? കാരണം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും ഈ കിട്ടിയ എമൗണ്ടില് ഈ പറയുന്ന ഈ വെൽത്ത്, കിട്ടിയ വെൽത്ത് ആണ് ഈ പറഞ്ഞ 500 രൂപ. 500 രൂപ നമ്മൾ ഷെയർ ആയിട്ട്, വേജ് ആയിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, പ്രോഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കപ്പെടുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരമുള്ള ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ്. ഒന്ന് പ്രൊഡക്ഷൻ, ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. 2 കൺസംഷൻ, അത് ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി. എക്സ്ചേഞ്ച്, എന്താന്ന് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നെൽകർഷകന് കിട്ടിയ എമൗണ്ട് അല്ലെങ്കിൽ ആ വെൽത്ത് ഏജൻസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ആ പ്രോസസ്സ്, അതാണ്. അപ്പോ ഇപ്പോ പ്രൊഡക്ഷൻ കൺസംഷൻ ആദ്യം ഡെഫിനേഷൻ ചുമ്മാ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അർത്ഥം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ ഇപ്പൊ നെൽകർഷകന്റെ കാര്യം എടുത്ത് പറയാം. നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ചുറ്റും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യവും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എക്സാമിന് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. രണ്ടാമത്തത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, പഴയ UG അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും. മോഡേൺ അപ്രോച്ച് പ്രകാരം എക്കണോമിക്സ് 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ എന്നാണ് അർത്ഥം അല്ലെ? ഗ്രീക്ക് വേർഡ് മൈക്രോ എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ടേം വന്നത്. സ്മോൾ എന്നുള്ളത് പറയുമ്പോൾ തന്നെ എന്താണ് ഓർക്കേണ്ടത്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേംസിനെ ഒക്കെ, അതിനെയൊക്കെ എന്താണ് സംബന്ധിച്ച് പഠിക്കുന്ന എക്കണോമിക്സിന്റെ ഒരു ഡിവിഷൻ ആണ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. ഇത് പഠിക്കേണ്ടതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്രോ എക്കണോമിക്സ്, അനദർ ടേം ഫോർ മൈക്രോ എക്കണോമിക്സ് ഇസ് ഓൾസോ നോൺ ആസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ചോദിച്ചേക്കാം, ദ ഡിവിഷൻ ഓഫ് എക്കണോമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ലൈക്ക് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആൻഡ് ഫേംസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ആയിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും? മൈക്രോ എക്കണോമിക്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് കണ്ടു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി മൈക്രോ എന്ന് കാണുമ്പോഴത്തേക്കും കുത്തും അല്ലെ? പക്ഷെ രണ്ടാമത് ഇവിടെ ഇവര് പ്രൈസ് തിയറി എന്ന് കൊടുത്ത്, മൂന്നാമത് ബോത്ത് A and B എന്നും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ സാധനം മിസ് ചെയ്ത് പോകും. അപ്പോൾ പ്രൈസ് തിയറി എന്നൊരു പേരും കൂടി മൈക്രോ എക്കണോമിക്സിനുണ്ട്. ഓക്കെ, അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ എന്താണ്? ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേംസിന്റെ കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലെ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഡയറി മിൽക്ക്. ഓക്കെ, ഡയറി മിൽക്ക് എന്ന് പറയുന്ന ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മാർക്കറ്റിൽ ആകെപ്പാടെ 40 രൂപയുടെ ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് ബാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ഓരോ ഡയറി മിൽക്ക് കഴിച്ചോണ്ട്, എനിക്ക് മധുരം ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഞാൻ ഡയറി മിൽക്ക് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എന്റെ ഇൻഡിവിജ്വൽ കൺസ്യൂമർ 40 രൂപയുടെ ഈ പറയുന്ന ഡയറി മിൽക്ക് ബാർ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഈ സാധനത്തിന് 100 രൂപയായെന്ന് വിചാരിക്കുക, സെയിം സൈസ് ഓഫ് ബാറിന് 100 രൂപയായെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും? പ്രൈസ് പൊതുവെ കൂടി കഴിഞ്ഞാൽ, ഞാനൊരു റാഷണൽ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ, എന്റെ ഇൻകം ലെവലൊക്കെ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ മേടിക്കാതിരിക്കും അല്ലെ? അപ്പൊ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും. അതേസമയം പ്രൈസ് കുറഞ്ഞു, ഈ 40 രൂപയുടെ സാധനം 20 രൂപ ആയി കഴിഞ്ഞാൽ, ഒരു ദിവസം 40 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കിപ്പോ 20 രൂപ ആയതുകൊണ്ട് 2 ഡയറി മിൽക്ക്
മേടിച്ച് തിന്നാൻ പറ്റും അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റി കൂടുവാണ് പ്രൈസ് കൂടുന്ന സമയത്ത്. അങ്ങനെയല്ലേ, വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ മേടിക്കും, വില കൂടുമ്പോൾ നമ്മൾ കുറവ് സാധനങ്ങൾ മേടിക്കും. അങ്ങനെയല്ലേ നമ്മളൊരു റാഷണൽ കൺസ്യൂമർ ബിഹേവ് ചെയ്യുക. അപ്പൊ ഇതൊരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിനെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇൻഡിവിജ്വൽ ഫേം, ഇപ്പൊ ഒരു ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പറയുന്ന ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ ഫേം ഈ പറയുന്ന അഗ്രി അസിസ്റ്റന്റിന്റെ എക്സാം വരുന്ന സമയത്ത് അറിയാം സ്റ്റുഡൻസിന് കുറച്ച് ഡിമാൻഡ് കൂടുതലുണ്ടെന്നുള്ളത് അല്ലെ. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രൈസ് കൂട്ടാം, കാരണം ആവശ്യക്കാരുണ്ട് അല്ലെ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിമാൻഡ് തീരെ ഇല്ലെന്ന് വിചാരിക്കും, എക്സാമുകൾ ഒന്നും ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് വേണമെങ്കിൽ കുറയ്ക്കാം, കാരണം ആൾക്കാരെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുക. അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ഫേമിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേമിനെ വെച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അത് പ്രൈസ് തിയറി ആണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യമാണ് കൺസ്യൂമർ ബിഹേവിയർ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഏത് അപ്രോച്ചിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിലാണ്. ഈ കൺസ്യൂമർ ബിഹേവിയറിൽ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, പിന്നെ അതുപോലെ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. പേര് കേട്ട് പേടിക്കേണ്ട, നമ്മൾ പുറകെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ അതുപോലെ കൺസ്യൂമർ സർപ്ലസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് എന്താണ്, മാക്രോ എക്കണോമിക്സ്. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാലോ, മാക്രോ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്താണ്, ലാർജ് അല്ലെ. മൈക്രോ എക്കണോമിക്സ് ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ മാക്രോ എക്കണോമിക്സ് കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇറ്റ് ഡീൽസ് വിത്ത് ലാർജർ അഗ്രിഗേറ്റ്സ് ഓർ എക്കണോമി ആസ് എ ഹോൾ അല്ലെ. അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരുപാട് കൺസ്യൂമേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരുപാട് ഫേംസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ലെവൽ ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്രോ എക്കണോമിക്സിൽ പഠിക്കുക. അപ്പോൾ മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നാണ് വിളിച്ചിരുന്നുണ്ടെങ്കിൽ മാക്രോ എക്കണോമിക്സിന് എന്താ വിളിക്കുന്നത് ഇവിടെ, ഇൻകം തിയറി എന്നാണ് കേട്ടോ. അപ്പൊ പ്രൈസ് തിയറി മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഇൻകം തിയറി. ഇനി മാക്രോ എക്കണോമിക്സിൽ എന്താണ് ഈ ഡിവിഷൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ആയിട്ട് തരംതിരിക്കേണ്ടി വരുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ബിഹേവ് ചെയ്യുന്നത് ഒരു സാഹചര്യം വരുന്ന സമയത്ത്, പ്രൈസ് കൂടുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചിലപ്പോൾ ഇൻഡിവിജ്വൽ കൺസ്യൂമറിന് കുറയുന്ന സമയത്ത്, ഒരു നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ ട്രെൻഡ് ഭയങ്കര ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് ഒരു ഇൻഡിവിജ്വൽ ഡൈനാമിക്സിനെക്കാളും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ശാസ്ത്രശാഖയായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പൊ ഇത്ര ഇപ്പോൾ ഓർത്ത് വെക്കുക, എക്കണോമി ആസ് എ ഹോൾ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ലാർജർ അഗ്രിഗേറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്രോ എക്കണോമിക്സ് ആണ് യൂസ് ചെയ്യുക. ഇൻകം തിയറി എന്നാണ് പേര്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്, ഇപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, GDP GNP എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രം വായിക്കുമ്പോൾ കാണാറില്ലേ. അപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, പിന്നെ ഇൻഫ്ലേഷൻ എന്നുള്ള ടൈം കേട്ടിട്ടുണ്ടോ, പണപ്പെരുപ്പം, പിന്നെ അതുപോലെ എന്താണ് ബിസിനസ് സൈക്കിൾ, ഇങ്ങനെയുള്ള ഒരുപാട് അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിനാണ്. അപ്പോൾ ഡിവിഷൻസ് ഓഫ് എക്കണോമിക്സ് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തത് മോഡേൺ അപ്രോച്ച്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.